സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുഭ്യോ നമഃ. അഭിവന്ദ്യരായ ശ്രോതാക്കൾക്ക് എൻ്റെ സാദരപ്രണാമം, സുസ്വാഗതം. ഉത്തരരാമായണ പഠനം 34-ാം ദിനത്തിലേക്ക് കടക്കുകയാണല്ലോ. ഇന്നത്തെ പഠനത്തോടുകൂടി ഉത്തരരാമായണം സമ്പൂർണമാവുകയാണ്. ഈ പഠനത്തിൽ വന്നു ചേർന്നിട്ടുള്ള പിഴകളൊക്കെയും പുറത്ത് അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇനി നമുക്ക് പാരായണം ചെയ്യേണ്ടുന്നത് 1731 വരി മുതൽ, അതായത് ബ്രഹ്മാവിൻ്റെ സ്തുതി മുതലാണ്. രാമദേവനും ഭരത ശത്രുഘ്നനും അനുഗാമികളും സരയൂ നദിക്കരയിലെത്തി ലക്ഷ്മണൻ സമാധി അടഞ്ഞ ആ പുണ്യസ്ഥലത്ത് അന്തരീക്ഷം മുഴുവനും രാമമന്ത്രധ്വനികളാൽ മുഖരിതമാണ്. ആ സമയം ബ്രഹ്മാവ് ദേവന്മാരോടൊപ്പം അവിടേക്ക് എഴുന്നള്ളുകയാണ്. നമുക്ക് പാരായണം തുടരാം. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അന്നേരമവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകാത്മാവായ നാരായണൻ. സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സൊടും നിന്നരുളുന്ന നേരം അംബുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി. ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. അങ്ങനെ സരയൂ നദിക്കരയിലെത്തി ദിക്കെങ്ങും ശോഭിക്കുന്ന വൈഷ്ണവ തേജസ്സോടെ പരമാത്മാവായ സകല ജഗന്മയനായ സനാതനനായ നാരായണനായ രാമദേവൻ 4.5 നാഴിക നേരം നിശ്ചലനായി അവിടെ നിന്നു. അപ്പോഴേക്കും ബ്രഹ്മാവും ദേവന്മാരും അവിടെ എത്തിക്കഴിഞ്ഞു. ബ്രഹ്മാവ് രാമദേവനെ സ്തുതിക്കാൻ തുടങ്ങി. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. അന്നേരമവിടെ 4.5 നാഴിക നേരം നിന്നിതു പരനേകനാത്മാവായ നാരായണൻ. സകല ജഗന്മയനാകിയ സനാതനൻ ജഗതി നിറഞ്ഞൊരു വൈഷ്ണവ തേജസ്സൊടും നിന്നരുളുന്ന നേരം അംബുജാസനൻ തത്ര വന്നിതു വിമാനങ്ങൾ തോറും ദേവകളുമായി. ഭക്തി കൈക്കൊണ്ടു പിന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ. പരമാത്മാവായ സനാതനനായ ആ നാരായണൻ രാമദേവൻ ദിക്കുകളെല്ലാം നിറഞ്ഞ വൈഷ്ണവ തേജസ്സോടെ ഏതാണ്ട് 4.5 നാഴിക നേരം ആ സരയൂ നദിക്കരയിൽ നിശ്ചലനായി നിന്നു. അപ്പോഴേക്കും അതാ ബ്രഹ്മാദി ദേവകൾ അവിടെ എത്തി
ബ്രഹ്മാവ് രാമദേവനെ സ്തുതിക്കാൻ തുടങ്ങുന്നു. ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കും നാഥ ജയ, അമ്പുധി മധ്യേ പള്ളി കൊള്ളുന്ന നാഥ ജയ. ഭക്തന്മാർക്ക് മുക്തി കൊടുക്കുന്ന നാഥ അങ്ങ് ജയിക്കട്ടെ. പാലാഴിയിൽ പള്ളി കൊള്ളുന്ന നാഥ അങ്ങ് ജയിക്കട്ടെ. യുദ്ധത്തിനടുത്തൊരു മധുകൈടഭന്മാരെ ബദ്ധരോഷേണ കൊന്നു മുടിച്ച നാഥ ജയ, ദൈത്യന്മാരുടെ മഹാമേധസ്സുകൊണ്ടു തന്നെ ധാത്രിമണ്ഡലത്തെയും നിർമ്മിച്ച നാഥ ജയ. ധാത്രിയിൽ എന്നെ കൊണ്ടു സകല ജന്തുക്കളെ പേർത്തു നിർമ്മിച്ചൊരു പരമാത്മാവേ ജയ. യുദ്ധത്തിനായിട്ട് അടുത്ത മധുകൈടഭന്മാരെന്ന ആ രാക്ഷസന്മാരെ, അതും സ്വന്തം കർണമലത്തിൽ നിന്ന് ജനിച്ചതാണ്, ജനനത്തിന് കാരണനായ ആ ഭഗവാനെ തന്നെ വധിക്കാൻ, ഭഗവാനോട് തന്നെ യുദ്ധം ചെയ്യാൻ തുടങ്ങി. ആ മധുകൈടഭന്മാരെ വധിച്ച നാഥനായിരിക്കുന്ന രാമദേവൻ ജയിക്കട്ടെ. എന്നിട്ട് അവരുടെ മേധസ്സുകൊണ്ട് തന്നെയാണ് മേദിനി, അതായത് ഭൂമിയെ നിർമ്മിച്ചത്. ആ ഭൂമിയിൽ എന്നെക്കൊണ്ട് സൃഷ്ടി നടത്തിച്ച നാഥനായ രാമദേവൻ ജയിക്കട്ടെ. കാലത്താൽ പ്രപഞ്ച സംഹാരം ചെയ്വതിനായി നീലലോഹിതനായും വാണിടും നാഥ ജയ. ഒരേ ഒരു പരമാത്മ ചൈതന്യം തന്നെയാണ് മൂന്നായി പിരിഞ്ഞിട്ട് ബ്രഹ്മാവും വിഷ്ണുവും മഹേശ്വരനുമായത്. സൃഷ്ടി സ്ഥിതി സംഹാരത്തിൻ്റെ നായകന്മാരായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ പരമശിവനായി സംഹാരം ചെയ്യിക്കുന്നതും അങ്ങ് തന്നെയാണ്. ഭൂപതി സത്യവ്രതാനുഗ്രഹത്തിനു മത്സ്യരൂപത്തെ പരിഗ്രഹിച്ചൊരു രാഘവ ജയ. സത്യവ്രതനായിരിക്കുന്ന ആ ഭൂപതിയെ എന്താ പറയുക, രക്ഷിക്കുന്നതിനായിട്ട്, അനുഗ്രഹിക്കുന്നതിനായിട്ട് മത്സ്യരൂപത്തെ ധരിച്ച നാഥനായിരിക്കുന്ന രാമദേവൻ ജയിക്കട്ടെ. ഇനി അങ്ങോട്ട് ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയാണ് പറയുന്നത്. മന്ദരമുയർത്തുവാൻ കൂർമ്മമായി അവതരിച്ചിന്ദ്രാദിദേവകളെ പാലിച്ച നാഥ ജയ. കൂർമാവതാരം. ഹിരണ്യാക്ഷനെ കൊൽവാനാദിസൂകരമായി ധരണി ദേവി തന്നെ രക്ഷിച്ച നാഥ ജയ. വരാഹാവതാരം. ഹിരണ്യകശിപുവാമസുരേന്ദ്രനെ കൊൽവാൻ നരസിംഹാകാരനായി ചമഞ്ഞ നാഥ ജയ. മൂന്നു ലോകവും മഹാബലിയോടർത്ഥിച്ചുടൻ മൂന്നടിയായളന്ന വാമനമൂർത്തേ ജയ. നരസിംഹമായി, വാമന അവതാരമായി, ധരണീന്ദ്രന്മാരായ ദുഷ്ടരെ വധിപ്പാനായി പരശുരാമനായി പിറന്ന നാഥ ജയ. രാവണൻ തന്നെ കൊൽവാൻ രാമനായി പിറന്നിപ്പോൾ ദേവകൾ തന്നെ പരിപാലിച്ച നാഥ ജയ. ദുഷ്ടന്മാരായ ക്ഷത്രിയന്മാരെ എല്ലാം ഉന്മൂലനം ചെയ്ത പരശുരാമനായി പിറന്ന നാഥ അങ്ങ് ജയിക്കട്ടെ. ഇപ്പോൾ ദേവകളെ പരിപാലിക്കാനായി ആ ദുഷ്ടരാവണനെ വധിച്ച രാമനായ അങ്ങ് ജയിക്കട്ടെ. വസുദേവാത്മജനായി ഇനിമേൽ ബലനായി വസുധാഭാരം തീർക്കും രവതീപതേ ജയ. ഇനി വരാൻ പോകുന്ന യുഗത്തിൽ, ദ്വാപരയുഗത്തിൽ, വസുദേവൻ്റെ പുത്രനായി പിറക്കാൻ പോകുന്ന ബലഭദ്രസ്വാമി രേവതിയുടെ പതി കൂടിയാണ്. അങ്ങനെ പിറക്കാൻ പോകുന്ന അങ്ങ് ജയിക്കട്ടെ.
ദേവകീ തനയനായി കൃഷ്ണനായി പിറന്നിനി സേവകന്മാർക്ക് മുക്തി കൊടുക്കും നാഥജയ. കൃഷ്ണാവതാരം. ഖഡ്ഗവും ധരിച്ചിനി കലികാലാന്തത്തിങ്കൽ കൽക്കിയായി ദുഷ്ടവധം ചെയ്തിടും നാഥജയ. ഇനിയും, അതായത് ഇപ്പോൾ ഉള്ള ഈ കലികാലത്ത് ഇനി അവതരിക്കാൻ പോകുന്ന കൽക്കിയുടെ കാര്യമാണ് പറയുന്നത്. നിഷ്കളനായ തവ തത്വത്തെ നിരൂപിച്ചാൽ ഉൾക്കമലത്തിലറിയാവതല്ലോരുവർക്കും. അങ്ങയുടെ തത്വം മനസ്സിലാക്കാൻ ഒരുവർക്കും സാധ്യമല്ല. സദ്ഗതിയടുത്തവനാചാര്യരൂപം കൈക്കൊണ്ടുൾക്കാമ്പിൽ നാനാഭേദഭ്രമവും തീരും വണ്ണം സത്യമായുള്ള വസ്തു കാണുന്നോരുപദേശം ഭക്തനാം ശിഷ്യനറിയിച്ചാൽ കണ്ടിടാമത്രേ. എന്താണ് പറയുന്നത്? സദ്ഗതി അടുത്തവൻ, പരമാനന്ദ പദം പ്രാപിച്ചവൻ ആചാര്യരൂപം കൊണ്ട് അവൻ സദ്ഗുരുവായിത്തീരുന്നു. അങ്ങനെയുള്ള സദ്ഗുരുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ഭക്തനായ ശിഷ്യന് കണ്ടിടാം, അല്ലെങ്കിൽ അറിഞ്ഞിടാം അങ്ങയുടെ തത്വം. തീർച്ചയായിട്ടും എത്ര കണ്ട് നമ്മൾ പഠിച്ചാലും ശ്രവിച്ചാലും മനനം ചെയ്താലും തത്വം, പരമാത്മതത്വം ഗ്രഹിക്കണമെങ്കിൽ ഗുരുപദേശം തന്നെ നേടണം. അതിനുള്ള ഭാഗ്യം സിദ്ധിക്കണം. എങ്കിലേ ആ സത്യമായ വസ്തുവിനെ അറിയാൻ സാധിക്കൂ. സകല ശരീരികളുള്ളിലും ജീവാത്മാവായി സുഖബോധകമായ പരമാത്മാനം പരം അറിഞ്ഞു പുകഴ്ത്തുവാനില്ല വല്ലഭം വിശ്വം നിറഞ്ഞു മരുവീടും പുരുഷോത്തമ ജയ. സകല ചരാചരത്തിൻ്റെയും ഉള്ളിൽ പരമാത്മാവായ അങ്ങ് തന്നെയാണ് ജീവാത്മാവായി കുടികൊള്ളുന്നത്. സുഖബോധകമായ ആ ശുദ്ധ തത്വജ്ഞാനം അറിഞ്ഞു കഴിഞ്ഞാൽ നേടുന്ന ആ പരമാനന്ദം, അങ്ങനെയുള്ള പരമാത്മാവിനെ പുകഴ്ത്തുവാൻ ഒട്ടും കഴിവെനിക്കില്ല നാഥ. ഇത് പറയുന്നത് ബ്രഹ്മാവാണ്. അപ്പോൾ നമ്മളുടെ കാര്യം എവിടെ നിൽക്കുന്നു എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ വിശ്വം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന പുരുഷോത്തമ ജയിക്കട്ടെ, അങ്ങ് ജയിക്കട്ടെ. ഇക്കാലം ദശരഥപുത്രനായ അയോധ്യയിൽ വിഖ്യാത കീർത്തിയ രാമനായ മാധവ ജയ. അങ്ങനെ ആ അവതാരസ്തുതി കഴിഞ്ഞു. ഇനിയും രാമദേവനെ തന്നെ നേരിട്ട് സ്തുതിക്കുകയാണ്. ദശരഥപുത്രനായി അയോധ്യയിൽ വിശ്വവിഖ്യാതനായിത്തീർന്ന ആ രാമദേവൻ ജയിക്കട്ടെ. വിശ്വരക്ഷാർത്ഥം പിന്നെ ലക്ഷ്മണനോടും കൂടി വിശ്വാമിത്രൻ്റെ പിമ്പേ പോയ രാഘവ ജയ. രാമായണം ഇനി സംക്ഷേപിച്ച് ബ്രഹ്മമുഖത്തിൽ നിന്ന് നമ്മൾ കേൾക്കുകയാണ്. എന്താണ് ആദ്യം പറഞ്ഞത്? ദശരഥപുത്രനായ അയോധ്യയിൽ ബാലകാണ്ഡമാണ് പറഞ്ഞത്. വിശ്വാമിത്രൻ്റെ യാഗരക്ഷയ്ക്കായി രാമലക്ഷ്മണന്മാരെ കൂട്ടിക്കൊണ്ടുപോയ കാര്യമാണ് പറഞ്ഞത്.
കാടകം പുക്ക ശേഷം വിശ്വാമിത്രന്റെ ചൊല്ലാൽ താടക തന്നെ കൊല ചെയ്ത രാഘവ ജയ. ആ സിദ്ധാശ്രമത്തിലേക്ക് പോകുമ്പോൾ വനത്തിൽ കൂടിയായിരുന്നല്ലോ യാത്ര. ആ താടകാവനം പ്രവേശിച്ചതും അവിടെ എത്തിയപ്പോൾ താടകയെ വധിച്ചതും ധർമ്മരക്ഷാർത്ഥം നടത്തിയ ആദ്യത്തെ വധമാണ് താടകാവധം. ഇനി അങ്ങോട്ട് ആ കാര്യങ്ങളൊക്കെ രാമായണം മുഴുവനും സംക്ഷേപിച്ച് ചൊല്ലുകയാണ്. വിശദീകരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. വേഗേന സിദ്ധാശ്രമം പൊക്കു കൗശികനുടെ യാഗവും പരിപാലിച്ചിരുന്ന നാഥജയ. അതിനുശേഷം യാഗരക്ഷ നടത്തി വിശ്വാമിത്രോക്തിയാം പുനരകല്യാശാപം തീർത്ത് വിശ്വനായക ചാപം ഖണ്ഡിച്ച നാഥജയ. അഹല്യാമോക്ഷം, പിന്നെ ത്രയംബകം വില്ല് കുലച്ച കാര്യം, സീതാവല്ലഭനായി പോരുമ്പോൾ മധ്യേ മാർഗം പ്രീതനായി ഭാർഗവനെ ജയിച്ച രാമ ജയ. സീതാപരിണയത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ മാർഗമധ്യേ ഭാർഗവരാമനെ കാണുകയുണ്ടായല്ലോ. ആ കാര്യം ബന്ധുവർഗവുമായി ചെന്ന അയോധ്യയിൽ പുക്കുവന്തിരാണ്ടാനന്ദിച്ചു വസിച്ച നാഥജയ. അതിനുശേഷം 12 വർഷം ദാമ്പത്യ ജീവിതത്തിൽ മുഴുകി അയോധ്യയിൽ വസിച്ച നാഥ ജയ. ജനകനഭിഷേകത്തിനു ഭാവിച്ച നേരം ജനനി കൈകേയിയും മുടക്കിക്കളകയാൽ സീതയും അനുജനും താനുമായി വനം പൊക്കു മോദേന ചിത്രകൂടത്തിങ്കൽ മേവിന കാലം ഖേദിച്ചു താതൻ സ്വർഗം പുക്കാനെന്നതു കേട്ടു ഖേദിച്ചു ശേഷക്രിയ ചെയ്ത രാഘവ ജയ. അഭിഷേക വിഘ്നം, വനയാത്ര, വനത്തിൽ ചിത്രകൂടത്തിൽ ഉള്ള വാസം. അപ്പോഴേക്കും ഭരതൻ അവിടെ എത്തി. അച്ഛൻ സ്വർഗസ്ഥനായ വിവരം അറിഞ്ഞ് ശേഷക്രിയ ചെയ്ത നാഥ അങ്ങ് ജയിക്കട്ടെ. ഭരതൻ തൻ്റെ ദുഃഖമടക്കി രാജ്യമെല്ലാം ഭരമേൽപ്പിച്ചു യാത്രയച്ചോരനന്തരം ദണ്ഡകാരണ്യം പൊക്കു ദുഷ്ടനാം വിരാധനെ ഖണ്ഡിച്ചു മുനികളെ വന്ദിച്ച നാഥജയ. പിന്നീട് ചിത്രകൂടത്തിൽ നിന്നും അവരുടെ വാസസ്ഥാനം പഞ്ചവടിയിലേക്ക് മാറ്റുകയുണ്ടായല്ലോ. അപ്പോൾ ഭരതൻ അവിടെ വന്ന് രാമദേവനെ തിരിച്ചു കൊണ്ടുപോകാനായിട്ടാണല്ലോ വന്നത്. തൻ്റെ പാദുകം കൊടുത്ത് സമാശ്വസിപ്പിച്ച് ഭരതനെ തിരിച്ചയച്ചു. നിൻ്റെ തന്നെയാണ് രാജ്യം, അച്ഛൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അത് നീ തന്നെ ഭരമേറ്റോണം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ച് അവരെ തിരിച്ചയച്ചു. അതിനുശേഷമാണല്ലോ പഞ്ചവടിയിലേക്ക് മാറുന്നത്. ദണ്ഡകാരണ്യം. താപസനായ സുതീക്ഷ്ണനെയും വന്ദിച്ചുടൻ ശോഭ തേടിയിടും അഗസ്ത്യാശ്രമം പുക്ക ശേഷം താപസോത്തമനാകും അഗസ്ത്യൻ കൊടുത്തൊരു ചാപവും ശരവും കൈക്കൊണ്ടുടൻ പുറപ്പെട്ടു ഗൗതമിയാകും നദി തന്നുട തീരത്തിങ്കൽ കൗതുകത്തോടു സുമിത്രാത്മജൻ ചമച്ചൊരു പർണശാലയിൽ ഭാര്യാസോദര സമേതനായി ദണ്ഡമെന്നിയെ സുഖിച്ചിരുന്ന നാഥജയ. സുതീഷ്ണാശ്രമത്തിൽ പ്രവേശിച്ച് അദ്ദേഹത്തെ വന്ദിച്ചു, അഗസ്ത്യനെ വന്ദിച്ചു. അഗസ്ത്യൻ ശരവും ചാപവും കൊടുത്തു. ആ ശരത്താലാണല്ലോ രാവണനെ വധിച്ചത്. പിന്നെ ഗൗതമി നദീതീരത്ത്
പർണശാല ലക്ഷ്മണൻ കെട്ടുകയുണ്ടായി. അതിൽ അവർ സന്തോഷത്തോടു കൂടി അവർ മൂവരും വസിച്ചു വരവേ വന്നു കാമിച്ച രാത്രിഞ്ചരിയാം ശൂർപ്പണഖ തന്നുടമുക്കുമുലച്ഛേദനം ചെയ്ത ശേഷം ക്രുദ്ധനായി 14 സഹസ്രം പടയോടും യുദ്ധത്തിനടുത്തൊരു ഖരനെ കൊല ചെയ്തു. പൊന്മാനായി വന്ന മാരീചാസുരനുട പിമ്പേ സമ്മോഹം പൂണ്ടുപോയ നേരത്തു ദശാനനൻ വൈദേഹി തന്നെ കട്ടുകൊണ്ടുപോയ അവസ്ഥകൾ ഖേദേന ജടായു ചൊന്നതിനെ കേട്ട ശേഷം മരിച്ച പക്ഷിക്കു ശേഷക്രിയകളും ചെയ്തു. കരുത്തനായ കബന്ധനു സദ്ഗതി നൽകി ശബരി തന്നെ കണ്ടു വരവും കൊടുത്തുടൻ സപതി പമ്പാതീരം പുക്കതിശോകത്തോടും നടക്കും നേരം വായുപുത്രനെ കണ്ടു കിട്ടി. പടുത്വമോടും അവൻ സുഗ്രീവൻ തന്നെ കാട്ടി സഖ്യവും ചെയ്യിപ്പിച്ചു ബാലിയെ വധം ചെയ്തു. ദുഃഖേന ചാതുർമാസ്യമിരുന്ന നാഥ ജയ. അങ്ങനെ ബാലകാന്ഡം, അയോധ്യാകാന്ഡം, ആരണ്യകാന്ഡം, കിഷ്കിന്ധാകാന്ഡം അതുവരെയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. പഞ്ചവടിയിൽ വെച്ച് ശൂർപ്പണഖയെ വിരൂപിയാക്കി അയച്ച കാര്യം, അതിനുശേഷം അതറിഞ്ഞു വന്ന ഖരദൂഷണ തൃഷ്ണാക്കളെ വധം ചെയ്ത കാര്യം, പിന്നീട് മാരീചൻ പൊന്മാനായി വന്നു, മാരീചനെ വധിച്ചു, സീതാപഹരണം, പിന്നെ ജടായുമോക്ഷം, കബന്ധഗതി, ശബരിയെ കണ്ട കാര്യം, പിന്നീട് സുഗ്രീവ സഖ്യം. ഇനിയും ദുഃഖേന ചാതുർമാസ്യമിരുന്ന ബാലിവധം കഴിഞ്ഞ്, സുഗ്രീവ സഖ്യം കഴിഞ്ഞു, ബാലിവധം കഴിഞ്ഞു. അതിനുശേഷം ചാതുർമാസ്യ വ്രതമനുഷ്ഠിച്ച പ്രവർഷണഗിരിയിൽ ഒരു ഗുഹയിൽ അദ്ദേഹം രാമദേവനും ലക്ഷ്മണനും 4 മാസം ഇരുന്നു. അതിനുശേഷം നോക്കാം. 4 ദിക്കിലും നാനാവാനരപ്രവരന്മാർ കാലേ പോയി അന്വേഷിക്ക ജാനകീദേവി തന്നെ. അങ്കുലീയവും ഹനുമാനുടെ കയ്യിൽ നൽകി അംഗദാദികളോടും തെക്കോട്ടു നടകൊണ്ടാർ. പാതാളം തന്നിൽ സ്വയംപ്രഭയെ കണ്ടുകിട്ടി പ്രീതന്മാരായി ചെന്നു വാരിധീതീരം പുക്കാർ. സമ്പാതി വാചാ സമുദ്രം കടപ്പാനായി വായു സംഭവൻ മഹേന്ദ്രത്തിൻ മുകളിൽ കരേറിനാൻ. വാരിധി ചാടിക്കടന്നാശു ലങ്കയിൽ ചെന്നു താരിൽ മാതിനു തിരുവാഴിയും കൊടുത്തവൻ. ചൂടാരത്നവും വാങ്ങിയിട്ടുദ്യാന ഭംഗം ചെയ്ത് പ്രൗഢതയോടുമുടൻ പോരിന്നു നേരിട്ടൊരു രക്ഷോവീരന്മാരെയും രാവണതനയനാം അക്ഷകുമാരനെയും കൊന്നു. രാവണനാകും ദുഷ്ടനെ കണ്ടു വൃത്താന്തം പറഞ്ഞിട്ടു ലങ്ക ചുട്ടു പൊട്ടിച്ചു. വാരാനിധിയും കടന്നുടൻ തുഷ്ടി പൂണ്ട അംഗദാദിവാനരന്മാരുമായി വന്നിഷ്ടമോടാശു കണ്ടേൻ ദേവിയെ എന്നു ചൊന്ന മാരുതി തന്നെ പിടിച്ചാശ്ലേഷം ചെയ്തു ഗാഠം വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥ ജയ. സുഗ്രീവ സഖ്യത്തിന് ശേഷം നാനാദിക്കിലേക്കും വാനരന്മാരെ സീതാന്വേഷണാർത്ഥം സുഗ്രീവൻ അയക്കുകയുണ്ടായി. അതിലൊരുവനായ ഹനുമാൻ ലങ്കയിലെത്തി ദേവിയെ കണ്ട് രാമദേവൻ്റെ അങ്കുലീയം ദേവിക്ക് കൊടുത്തു. അടയാളവാക്യം പറഞ്ഞു. അവിടുന്ന് ദേവിയുടെ കയ്യിൽ നിന്നും ചൂടാരത്നവും വാങ്ങി തിരിച്ചുള്ള അടയാളവാക്യവും കേട്ട് മടക്കയാത്രയിൽ ലങ്കാമർദ്ദനം, ലങ്കാദഹനം ഒക്കെ നടത്തിയ കാര്യവും ആ രാവണൻ്റെ ഇളയപുത്രനായ അക്ഷകുമാരനെ കൊന്നതും, പിന്നെ രാവണസഭയിലെത്തി
രാവണനോട് 2 വാക്ക് പറഞ്ഞിട്ട് പോന്നതും തിരിച്ച് ഇവിടെ എത്തി രാമദേവനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ചതും ആ സമയത്ത് ഹനുമാനെ അനുഗ്രഹിച്ചതും മറ്റും പറഞ്ഞിട്ട് അങ്ങനെയുള്ള നാഥൻ ജയിക്കട്ടെ. വാരിജാക്ഷിയെ ചിന്തിച്ചിരുന്ന നാഥജയ. അതിനുശേഷം വീണ്ടും സീതാദേവിയെ ചിന്തിച്ച് ദുഃഖത്തിലിരുന്ന ആ നാഥൻ ജയിക്കട്ടെ എന്നാണ് പറഞ്ഞത്. വാരിജാക്ഷി താമരക്കണ്ണി. സുമുഹൂർത്തേന മഹാവാനരപ്പടയോടും സമരത്തിനു പുറപ്പെട്ട രാഘവജയ. ശുഭമുഹൂർത്തത്തിൽ ലങ്കയിലേക്ക് യുദ്ധത്തിനായി വാനരപ്പടയോടൊപ്പം പുറപ്പെട്ട രാമദേവൻ ജയിക്കട്ടെ. ദക്ഷിണ സമുദ്രത്തിനുത്തരതീരം പുക്ക് രക്ഷോനാഥനം വിചാരം തുടങ്ങിനാനപ്പോൾ വന്നിങ്ങു കണ്ട വിഭീഷണനെ ലങ്കാനാഥനെന്ന അഭിഷേകം ചെയ്തു വാഴിച്ച നാഥജയ. യുദ്ധസന്നാഹത്തോടെ വാനരപ്പടയുമായി സമുദ്രത്തിൻ്റെ ഉത്തരതീരത്ത് താവളമടിച്ച രാമദേവനെ പരമാശ്രയിച്ച രാവണൻ്റെ അനുജനായ വിഭീഷണനെ ലങ്കാ രാജാവായി അവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്യിച്ച രാമദേവൻ ജയിക്കട്ടെ. വരുണൻ വഴി നൽകാഞ്ഞളവില്ലും വാങ്ങി ശരവും തൊടുത്തപ്പോൾ അവനും ഭയപ്പെട്ടാൻ. നളനെ കൊണ്ടു ചിറ കെട്ടിച്ചുകൊള്ളുക ഞാൻ താൻ വഴിയും തരാമെന്നു വരുണൻ ചൊന്ന നേരം രാമനാഥനെ പ്രതിഷ്ഠിച്ച അനുഗ്രഹം വാങ്ങി താമസിയാതെ നളനിട്ടൊരു ചിറ തന്മേൽ മർക്കടപ്പടയോടും അക്കരെ കടന്നുടൻ രക്ഷോനായകൻ തന്നെ കൊന്ന രാഘവജയ. രാവണവധൻ വരെയായി യുദ്ധകാണ്ഡമാണ് ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ലങ്കയിലേക്കുള്ള വഴി കാട്ടാഞ്ഞ് വരുണനെ, അതായത് സമുദ്രജലം വറ്റിക്കാനായി ശരം തൊടുത്തപ്പോൾ ഓടിവന്ന് രാമദേവൻ്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു വരുണൻ. അതിനുശേഷം വഴി നൽകി നളനോട് ചിറകെട്ടാൻ പറഞ്ഞു. അങ്ങനെ ആ ചിറ പൂർത്തിയാക്കി. അപ്പോഴേക്കും രാമദേവൻ രാമേശ്വരനെ അവിടെ പ്രതിഷ്ഠ നടത്തി. പിന്നെ വാനരസേനയുമായിട്ട് ലങ്കയിലെത്തി രാവണനെ വധിച്ചു. തൽക്ഷണേ വിഭീഷണൻ തന്നെ ലങ്കേശനെന്ന് രക്ഷോവീരന്മാരോടും വാഴിച്ച നാഥജയ. പിന്നീട് വിഭീഷണനെ ലങ്കാധിപതിയായി അഭിഷേകം നടത്തി. അഗ്നിയിൽ മുഴുകി വന്നോരു ജാനകിയായ പത്നിയെ പരിഗ്രഹിച്ചോരു രാഘവജയ. സോദര നിശാചര വാനരപ്പടയുമായി വൈദേഹിയോടും കൂടെ പുഷ്പകങ്കരയേറി നന്ദിഗ്രാമത്തിങ്കൽ വന്നിറങ്ങി ഭരതനെ നന്ദിപ്പിച്ചാശ്ലേഷം ചെയ്തൊരു രാഘവ ജയ. ദേവിയുടെ അഗ്നിപ്രവേശം, സീതാസ്വീകരണം, പിന്നെ തിരിച്ച് പുഷ്പകവിമാനത്തിൽ അയോധ്യയിലേക്കുള്ള യാത്ര, നന്ദിഗ്രാമത്തിലെത്തി ഭരതനെ കണ്ട് ആശ്ലേഷിച്ച രാഘവ ജയ. താപസനിശാചരവാനരവരരോടും താപങ്ങളകന്നൊരു സോദരവീരരോടും ഭൂദേവാദികളായ രാജ്യവാസികളോടും വൈദേഹിയോടും അയോധ്യാപുരമകമ്പുക്ക് അഭിഷേകവും ചെയ്തു ബന്ധുവർഗത്തോടും ചെന്നാഭിമോദേന രാജ്യം പാലിച്ച നാഥജയ. അത് അയോധ്യയിലെത്തി ശ്രീരാമ പട്ടാഭിഷേകം, പിന്നെ
കുംഭസംഭവൻ പറഞ്ഞമ്പോടു നിശാചര സംഭവമെല്ലാം അറിഞ്ഞോരു രാഘവ ജയ. രാക്ഷസോത്പത്തി ഉത്തരരാമായണത്തിലേക്ക് കടന്നു. മൈഥിലി തന്നെ അപവാദ ശങ്കയാ കളഞ്ഞാതങ്കമുള്ളിൽ മറച്ചിരുന്ന നാഥ ജയ. സീതാപരിത്യാഗം. സ്വർണം കൊണ്ടവൾ ഉടൽ നിർമ്മിച്ചു, യാഗങ്ങളും ഒന്നൊന്നായി ചെയ്തു കീർത്തി പൊങ്ങിച്ച നാഥ ജയ. അശ്വമേധയാഗം. അമ്മമാരുടെ ശേഷക്രിയകളെല്ലാം ചെയ്തു ധർമ്മദാനങ്ങൾ ചെയ്തു വസിച്ച നാഥ ജയ. അപ്പോഴേക്കും അമ്മമാരൊക്കെ സ്വർഗം പൂകിക്കഴിഞ്ഞു. അവരുടെ ശേഷക്രിയ ചെയ്ത നാഥ അങ്ങ് ജയിക്കട്ടെ. വാൽമീകിയുടെ ശിഷ്യരാകുന്ന കുമാരന്മാർ സൗമ്യന്മാരായ കുശലവന്മാർ ഗാനം ചെയ്ത ചിത്രമാം രാമായണമാകിയ കാവ്യം കേട്ടു ചിത്ത സന്തോഷം പൂണ്ടു വസിച്ച നാഥ ജയ. അശ്വമേധയാഗ സമയത്ത് ലവകുശന്മാർ അവിടെ വരികയും വാൽമീകി മഹർഷിയുടെ ശിഷ്യന്മാരായിരുന്നു അതുവരേക്കും. പിന്നീട് അത് രാമദേവൻ്റെ തന്നെ പുത്രന്മാരാണെന്ന് മനസ്സിലാക്കുകയുണ്ടായല്ലോ. അങ്ങനെ അവർ മനോഹരമായി ആലപിച്ച ആ രാമായണ കാവ്യം കേട്ട നാഥ അങ്ങ് ജയിക്കട്ടെ. സത്യത്തെ രക്ഷിപ്പാനായി സൗമിത്രി തന്നെ ത്യജിച്ചത്രയും ദുഃഖത്തോടെ വസിച്ച നാഥ ജയ. സത്യത്തെ രക്ഷിക്കാനായി തൻ്റെ പ്രാണതുല്യനായ അനുജൻ ലക്ഷ്മണനെ ത്യജിക്കുകയുണ്ടായി. മൈഥിലീതനയന്മാരാക്കിയ കുശലവന്മാരെയും ഓരോ ദിശി വാഴിച്ച നാഥ ജയ. ഉത്തര കോസലമെന്നും ദക്ഷിണ കോസലമെന്നും അയോധ്യ രണ്ടായിട്ട് പകുത്ത് രണ്ടുപേർക്കും ഓരോ രാജ്യം നൽകി പരിപാലിച്ച നാഥ അങ്ങ് ജയിക്കട്ടെ. സോദരാമാത്യ നിശാചരവാനരോടും സാദരമയോധ്യാവാസികളാം അവരോടും വന്നിഹ സരയൂ തീരത്തിങ്കലിതു കാലം നിന്നരുളുന്ന രാമ രാഘവ ജയ ജയ. ഇപ്പോൾ അയോധ്യാവാസികളും മറ്റ് വാനരന്മാരും നിശാചരന്മാരും പക്ഷിമൃഗാദികളും ഒക്കെയായിട്ട് ഈ സരയൂ നദിക്കരയിൽ വന്ന് ഇരിക്കുന്ന രാമ അങ്ങ് ജയിക്കട്ടെ. നമസ്തേ രാമ രാമ നമസ്തേ സീതാപദേ നമസ്തേ രഘുപതേ രാവണാന്തക ഹരേ നമസ്തേ നാരായണ നമസ്തേ ലക്ഷ്മീപദേ നമസ്തേ ഭുവനൈകനായക കൃപാനിധേ പരമാനന്ദമൂർത്തേ നമസ്തേ പരാത്മനേ പരബ്രഹ്മമേ പരംപുരുഷ നമോസ്തുതേ. ചതുരാനനനിധി സ്തുതി ചെയ്തോരു നേരം മധുരസ്ഫുടാക്ഷരമരുളി ചെയ്തു ദേവൻ. ഇങ്ങനെ സ്തുതി ചെയ്ത ചതുർമുഖനോട് രാമദേവൻ മധുരസ്ഫുടാക്ഷരം മധുരവും സ്ഫുടവുമായ അക്ഷരങ്ങളാൽ ഇപ്രകാരം പറഞ്ഞു. എന്നോടുകൂടിപ്പോരും ജനങ്ങൾക്കെല്ലാവർക്കും വിണ്ണവരുടെ ലോകം കൊടുത്തിടുക വേണം. അല്ലയോ ബ്രഹ്മാവേ, ഒരു കാര്യം അങ്ങ് ചെയ്യണം. എന്താണത്? എന്നെ വിശ്വസിച്ച് എൻ്റെ ഭക്തിയിൽ നിറഞ്ഞ് സർവ്വതും മറന്ന് ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും സ്വർഗലോകം
അങ്ങ് പ്രദാനം ചെയ്യണം എന്നതു കേട്ടു വിധാതാവരുൾ ചെയ്തിടിനാൻ, വന്നിക സരയുവിൽ മുഴുകിയിടുവിനെങ്കിൽ. അപ്പോൾ ബ്രഹ്മദേവൻ പറയുകയാണ്, ഓ അതിനെന്താ വിഷമം, എല്ലാവരും ഈ സരയൂ നദിയിൽ മുങ്ങുക. വാനരപ്രവരന്മാർ തങ്ങൾക്കു കാരണമാം വാനവരോടു ചെന്നു ചേർന്നിത് സമസ്തരും. അതിൽ മുങ്ങിയ വാനരന്മാരെല്ലാം, ശരിക്കും ദേവകളാണല്ലോ വന്ന് വാനരന്മാരായി അവതരിച്ചത്, ദേവനെ സഹായിക്കുവാനായിട്ട്. അപ്പം അവരെല്ലാം വീണ്ടും അവരുടെ പൂർവസ്ഥിതി പ്രാപിച്ചു എന്നാണ് പറയുന്നത്. വാനവരോട് ചേർന്നു, വാനവരെന്ന് പറഞ്ഞാൽ ദേവന്മാർ. മറ്റുള്ള ജനങ്ങളും അന്നേരം സരയുവിൽ തെറ്റെന്നു മുഴുകിപ്പോയി ദിവ്യവേഷത്തെ പൂണ്ടാർ. പൂർവദേഹങ്ങളെല്ലാം ഉദകം തന്നിലാക്കി ദേവലോകവും പുക്കാർ സമസ്ത ജനങ്ങളും. എല്ലാവരും അവരവരുടെ പൂർവ്വദേഹത്തെ ഉപേക്ഷിച്ച് യഥാർത്ഥ രൂപം പ്രാപിച്ച് സ്വർഗലോകം പോയി എന്നാണ് പറയുന്നത്. വിഷ്ണുമൂർത്തിയും അനുജന്മാരോടുമൊരുമിച്ച് വിഷ്ണു ലോകവും പുക്കാനമരന്മാരുമായ. അങ്ങനെ അഖില ലോക നായകനായ ശ്രീരാമചന്ദ്ര പ്രഭു തൻ്റെ അവതാര നാടകത്തിലെ അന്തിമ രംഗം ഇതാ അഭിനയിച്ചു കഴിഞ്ഞു. രാമദേവൻ അഞ്ജലിബദ്ധനായി സരയൂ നദിയിലേക്ക് ഇറങ്ങി. അനുജന്മാരും അദ്ദേഹത്തെ പിന്തുടർന്നു. മൃഗങ്ങളും പക്ഷികളും എന്ന് വേണ്ട സമസ്തരും ആ വെള്ളത്തിലേക്ക് ഇറങ്ങി. ഭഗവാൻ അതിൽ മുങ്ങി. സംസാരസാഗരത്തിലെ അദ്ദേഹത്തിൻ്റെ മനുഷ്യജന്മമെടുത്ത അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷമായിരുന്നു അത്. ആ വെള്ളത്തിൽ മുങ്ങി ആരും പിന്നെ മേൽപോട്ട് പൊങ്ങിയില്ല. യഥാർത്ഥ രൂപം പ്രാപിച്ച് അവരെല്ലാവരും വൈകുണ്ഠത്തിലേക്ക് യാത്രയായി എന്നാണ് പറയുന്നത്. ഹരേ രാമ. മാനുഷർ നിശാചരർ പക്ഷികൾ മൃഗങ്ങളും വാനരർ പിപീലികാജാതികളാദിയെല്ലാം രാഘവസ്വാമിയുടെ കാരുണ്യമുണ്ടാകയാൽ നാഗലോകവും പൊക്കു സുഖിച്ചിതെല്ലാവരും. രാഘവസ്വാമിയുടെ രാമദേവന്റെ കാരുണ്യത്താൽ മനുഷ്യർ, നിശാചരർ, രാക്ഷസന്മാർ, പക്ഷികൾ, മൃഗങ്ങൾ, വാനരന്മാർ, പിപീലികാജാതികൾ. പിപീലിക എന്ന് പറയുന്നത് ഇവിടെ ഉറുമ്പ് വരെയുള്ള ആ ജാതികളുടെ കാര്യമാണ് പറയുന്നത്. അവരെല്ലാം തന്നെ ഭഗവാന്റെ കാരുണ്യമുണ്ടെങ്കിൽ ആർക്കെന്താണ് പറ്റാത്തത് അതാണ് ഇവിടെയും സാധിച്ചിരിക്കുന്നത്. എല്ലാവരും സ്വർഗലോകം പ്രാപിച്ചു, സുഖിച്ചു എന്നാണ് പറയുന്നത്. ദേവകൾ സനകാദിമുനികൾ വിരിഞ്ചനും സേവിച്ചു ലക്ഷ്മീദേവി തന്നോടും ഭൂമിയോടും യോഗേശനനന്തനാം പള്ളി തൽപ്പത്തിന്മേലെ യോഗനിദ്രയും പൂണ്ടു ഭഗവാൻ നാരായണൻ. ദേവന്മാരും സനകാദിമുനികളും ബ്രഹ്മാവും ഒക്കെ സ്തുതിച്ച് സേവിച്ചു നോക്കി നിൽക്കെ തന്നെ ഭഗവാൻ രാമചന്ദ്രൻ ലക്ഷ്മീദേവിയോടും ഭൂമിയോടും കൂടി യോഗേശൻ ആയിരിക്കുന്ന രാമദേവൻ അനന്തശായിയായ വിഷ്ണു ഭഗവാനിൽ ലയിച്ചു. രാമനാമത്തെ ജപിച്ചിടുന്ന ജനങ്ങളും രാമസായുജ്യം പ്രാപിച്ചിടുവോരെന്നു നൂനം. രാമനാമം ജപിക്കുന്ന മർത്യന്മാരൊക്കെ
രാമസായുജ്യം പ്രാപിക്കും, അതിന് സംശയമില്ല. രാമപദം പൂക്കും. പാരിലുള്ള ജ്ഞാനികൾക്കറിവാൻ തക്കവണ്ണം ശ്രീരാമചരിതം ഞാനിങ്ങനെ ചൊല്ലിട്ടിനേ. സംസാര സമുദ്രത്തിൽ വലയുന്ന അജ്ഞാനികളായ ജനങ്ങളെ അറിയിക്കാനായിട്ട്, അവരെ ഉദ്ധരിക്കാനായിട്ട് ശ്രീരാമചരിതം ഇപ്രകാരം ചൊല്ലിക്കഴിഞ്ഞു. സജ്ജനമാനന്ദിച്ചു നൽകിയിടും അനുഗ്രഹം, ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. സജ്ജനങ്ങൾ ഇത് പാരായണം ചെയ്ത്, കഥകൾ ശ്രവിച്ച് മനനം ചെയ്ത് അനുഗ്രഹ വർഷം ചൊരിയും. ആർക്ക്? ഇതെഴുതിയ എഴുത്തച്ഛന്, അല്ലെങ്കിൽ വാൽമീകി മഹർഷിക്ക്. അതുപോലെ വളരെ പരിമിതമായ അറിവ് വെച്ചുകൊണ്ട് രാമായണ പഠനത്തിന് ഉദ്യമിച്ച ഈ ഉള്ളവനെയും സജ്ജനങ്ങളായ നിങ്ങൾ അനുഗ്രഹിക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. ദുർജന ദുർഭാഷണം ബഹുമാനിച്ചിടേണ്ട. ദുർജനങ്ങൾ അവരുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കും, ദുർഭാഷണം ചെയ്തുകൊണ്ടിരിക്കും. അതിനെ കാര്യമാക്കേണ്ടതില്ല. രാമചന്ദ്രസ്വാമിയൻ മാനസേ വസിക്കണം, ശ്രീ മഹാലക്ഷ്മിയോടും അതിനു വന്ദിക്കുന്നേൻ. രാമസീത ലക്ഷ്മണ ഹനുമത് സമേതം ശ്രീരാമചന്ദ്രസ്വാമി അടിയൻ്റെ ഉള്ളിൽ എപ്പോഴും വസിക്കണേ. അതിനായിക്കൊണ്ട് ആ ലക്ഷ്മീപതിയുടെ പാതാരവിന്ദങ്ങളിൽ ഞാനിതാ സാഷ്ടാംഗം നമസ്കരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞടങ്ങിടിനാൾ കിളിപ്പൈതൽ, തിങ്ങിന ഭക്തി പൂണ്ടു വസിച്ചാരെല്ലാരുമേ. ഇപ്രകാരം ഭക്തിയോടുകൂടി രാമായണ കഥ കിളിപ്പൈതൽ ചൊല്ലി അവസാനിപ്പിച്ചു. ഈ രാമായണ കഥയെ ഭക്തിയോടെ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവൻ സകലവിധ പാപങ്ങളിൽ നിന്നും മുക്തനായിത്തീരും. അധ്യാത്മരാമായണത്തെ നിത്യവും പാരായണം ചെയ്യുന്നവനോട് സന്തോഷിച്ച് സീതാസമേതനായി രാമദേവൻ ഹൃദയത്തിൽ പ്രകാശിക്കും. അധ്യാത്മരാമായണം ജനങ്ങളുടെ മനസ്സിന് സന്തോഷം പകരുന്നതാണ്. ആദികാവ്യമാണ്. ഇതിനെ നിത്യേന ശ്രദ്ധയോടെ കേൾക്കുകയോ പഠിക്കുകയോ ചെയ്യുന്നവൻ ദിവ്യ ശരീരനായി വൈകുണ്ഠലോകം പ്രാപിക്കും എന്നതാണ് ഇവിടെ ഇപ്പോൾ പറഞ്ഞവസാനിപ്പിച്ചത്. രാമദേവനോടൊപ്പം വന്ന എല്ലാ സകല ചരാചരങ്ങളും, ജന്തുക്കളും പക്ഷികളും ഒക്കെ വൈകുണ്ഠലോകം പ്രാപിച്ചു എന്ന് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് അവസാനിപ്പിച്ചുവല്ലോ. അതിൽ യാതൊരു സംശയവുമില്ല. ആദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും അധ്യാത്മരാമായണ പാരായണത്തിലൂടെ അതിലുള്ള തത്വങ്ങൾ ഉൾക്കൊണ്ട് ജന്മസാഫല്യമടയാൻ ശ്രീരാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അധ്യാത്മരാമായണ പാരായണത്തിലൂടെ അതിലടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ ഉൾക്കൊണ്ട് എല്ലാവരും ജന്മസാഫല്യമടയാൻ ഭഗവാൻ രാമചന്ദ്രപ്രഭുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പഠനം സജ്ജന സമക്ഷം കാഴ്ചവെക്കുന്നു. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ.
രാമ. പൂർവം രാമതപോവനാനുഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവസംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം ഏതദ്ധി രാമായണം. ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ സീതാഭിരാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ശ്രീരാമ രാമ ജയ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ തിരുനാമേരണാലെവനുമാരാമദേവനുമലിഞ്ഞേക്കുമെന്തുമിഹ ശ്രീരാമനാമമനിശൻ ചൊൽക ചൊൽക പരമാനന്ദമേൽപ്പതിനു ശ്രീരാമ രാമ ജയ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി.